പ്രതിഷേധ പ്രകടനത്തിനെതിരെ ശക്തമായി നരേന്ദ്രമോദിയുടെ പോലീസ് ക്രൂരമായി ആക്രമിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിലാണ് നമ്മളിന്ന് ചെറാം മണ്ഡലം ഇവിടെ ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. KPCയുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും മണ്ഡലം പ്രസിഡന്റിൽ ഒറ്റവാക്ക് നന്ദി പറയുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നിസാം സാറിനെ ക്ഷണിക്കുന്നു. എമ്പാടും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായ സംഭവ വികാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി രാജ്യത്തും പിണറായി ഭരിച്ചിരുന്ന കേരളത്തിലും ഇവിടെ PSC പരീക്ഷയിൽ തട്ടിപ്പായിരുന്നുവെങ്കിൽ അങ്ങ് ഡൽഹിയിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന നമ്മുടെ കൊച്ചുമക്കൾ ആ നീറ്റ് പരീക്ഷ എഴുതി MBBS മറ്റ് ഉന്നത രംഗത്തേക്ക് കടന്നു വരാനുള്ള മക്കൾക്ക് അവരുടെ അവസരം ഇല്ലാതാക്കുന്ന രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിണിയാളുകളെ, അവരുടെ മക്കളെ അവർക്ക് അവസരം ഉണ്ടാക്കുന്ന തരത്തിൽ പരീക്ഷാ തട്ടിപ്പ് ഇന്ന് രാജ്യമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് PSC നിയമനങ്ങളിൽ തൊഴിൽ മേഖലയിൽ തട്ടിപ്പ് നടന്നുവെങ്കിൽ അവരുടെ ഇഷ്ടക്കാർക്ക്, അവരുടെ പാർട്ടിക്കാർക്ക്, അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം നിയമനങ്ങൾ നൽകുവാൻ ഒരു PSC നിയമിക്കുകയും അതിൽ 21 അംഗങ്ങളെ അവരുടെ പാർട്ടിക്കാരായ ആളുകൾക്ക് വേണ്ടി മാത്രം അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. ആ വേളയിലാണ് രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ പരീക്ഷ നീറ്റ് പരീക്ഷ നടക്കുമ്പോൾ ആ നീറ്റ് പരീക്ഷയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മത്സരിച്ച് പഠിച്ച് കടന്നു വരേണ്ട വിദ്യാർത്ഥികളെ തഴഞ്ഞുകൊണ്ട് BJPക്ക് പിണിയാളുകളായിട്ടുള്ള, BJPയുടെ വക്താക്കളായിട്ടുള്ള ആളുകളെ, BJPക്ക് വേണ്ടപ്പെട്ടവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തുകയും അതിൻ്റെ ഉത്തരങ്ങൾ ലീക്കാക്കിക്കൊണ്ട് ആ കുട്ടികൾക്ക്, അവർക്ക് വേണ്ടപ്പെട്ട കുട്ടികൾക്ക് 1ഉം 2ഉം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട റാങ്കുകളിലേക്ക് കടന്നു വരുവാൻ പര്യാപ്തമായ സാഹചര്യം ഒരുക്കിയ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്നലെ നമുക്കറിയാം, നരേന്ദ്രമോദി താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നമ്മുടെ പ്രതിപക്ഷ നേതാവ്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ, ശ്രീ KC വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ലോകസഭയിലെയും രാജ്യസഭയിലെയും MPമാർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുകയും ആ മാർച്ചിനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്, നരേന്ദ്രമോദി ഡൽഹി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട്
അവരുടെ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ മാർച്ചിനെ നേരിടുകയും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ആ സ്ഥാനം എന്തെന്ന് പോലും അറിയാൻ പാടില്ലാത്ത പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് തെരുവിലൂടെ വലിച്ചടയ്ക്കുകയും അദ്ദേഹത്തിന് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നലെ മുതൽ രാജ്യത്താകമാനം അതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളോടൊപ്പം രാജ്യത്തോടൊപ്പം ചിതറയിലെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. നമ്മുടെ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള കിരാത നടപടികൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർന്നു വരും എന്ന് നമുക്കറിയാം. ഇത് ശക്തമായ പ്രതിഷേധമായി നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട അതിന് ഉത്തരവാദിയായ കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ ഈ സമരം തുടരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും ആശംസകൾ അറിയിക്കുന്നു. പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ പോലീസ് അതിക്രൂരമായി ആക്രമിക്കുകയും ആ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഇത് ഒരു ആപത്കരമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ 25 ലക്ഷം കുട്ടികൾക്കുള്ള നീറ്റ് പരീക്ഷ അട്ടിമറിച്ചതിലൂടെ രാജ്യത്തെ ധർമ്മേന്ദ്ര പ്രതാപൻ എന്ന് പറയുന്ന ആ മന്ത്രി എന്താണ് കാണിക്കുന്നത് വെച്ചാൽ രാജ്യത്തെ ഇതേപോലൊരു ഭരണം ഈ നരേന്ദ്രമോദിയുടെ കാലത്തല്ലാതെ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. നരേന്ദ്രമോദിയുടെ അന്ത്യം കുറിക്കുന്ന ഈ സമരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് അലയടിക്കുമ്പോൾ അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന BJP ഗവൺമെന്റും നരേന്ദ്രമോദിയും ഇതൊരു താക്കീതായി കണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ പ്രതിഷേധം അലയടിച്ച് ഈ ഭരണകൂടത്തെ രാജ്യത്തിൽ നിന്നും തുടച്ചു മാറ്റുന്നതിലേക്കുള്ള ഒരു തുടക്കമാണ് രാഹുൽ ഗാന്ധി നയിച്ചിരിക്കുന്ന ഈ പ്രതിപക്ഷ നേതാവ് നയിച്ചിരിക്കുന്ന ഈ പ്രതിഷേധം. ഈ പ്രതിഷേധത്തെ രാഹുൽ ഗാന്ധി ആക്രമിച്ചുകൊണ്ടോ രാജ്യത്തുള്ള കോൺഗ്രസ്സുകാരെ മൊത്തവും BJP പോലീസിനെ വെച്ച് ആക്രമിച്ചുകൊണ്ടോ ഈ രാജ്യത്തിന്റെ പ്രതിഷേധം അവസാനിക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ പ്രതിഷേധം ഇത് അന്ത്യം കുറിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കുള്ള അന്ത്യം കുറിച്ചുകൊണ്ടായിരിക്കും ഈ പ്രതിഷേധം അവസാനിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കും. പണ്ട് നടന്നതായിട്ട് നമുക്കറിയാം ബ്രിട്ടീഷ് ഭരണകാലത്ത്. അതുപോലെ രണ്ടാമത്തെ ജാലിയൻ വാലാബാഗ് ആണ് ഇന്നലെയും മിനിങ്ങാന്നുമായി ഡൽഹിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. 20ഉം 28ഉം വയസ്സ് വരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ അടിച്ച് പലതരം, അത് ഡൽഹി പോലീസാണോ ഇനി RSSന്റെ ഗുണ്ടകളാണോ എന്ന് അറിയാൻ വയ്യാതെ യൂണിഫോം ഇട്ടതും 9 ബോർഡ് ഇല്ലാത്തതുമായ ഒരു പറ്റം ആൾക്കാർ ചേർന്ന് അടിച്ച് ചതച്ച് അവിടെ തല പൊട്ടിച്ച് കാലടിച്ച് പൊട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് ലോകത്തിന് മുമ്പിൽ നാണം കെടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ട് ഈ നരേന്ദ്രമോദി സർക്കാർ എത്തിച്ചിരിക്കുകയാണ്. അതിനെതിരായി ശക്തമായ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്നലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നത്. നരേന്ദ്രമോദിയുടെ വസതിക്ക് മുമ്പിൽ എത്താൻ പറ്റില്ല എന്നൊരു അഹങ്കാരമുണ്ടായിരുന്നു. അത് ഇന്നലെ തീർന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവും നമ്മുടെ MP-മാരെ ഉൾപ്പെടെ വളരെ ജനക്കൂട്ടത്തെ അവിടെ എത്തിക്കുവാനും ശക്തമായൊരു പ്രതിഷേധം രേഖപ്പെടുത്തുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇന്നും അതിൻ്റെ പ്രതിഷേധം അവിടെ നടക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.